ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. അമ്മേ ശരണം. നവരാത്രിയുടെ 9ാം ദിവസമായ ഇന്ന് ദേവിയുടെ നവദുർഗാഭാവം സിദ്ധിദാത്രി ഭാവമാണ്. പേര് പോലെ തന്നെ സിദ്ധികൾ ചൊരിഞ്ഞു നൽകുന്ന ദേവിയാണ് സിദ്ധിദാത്രി ദേവി. മഹാദേവന് സിദ്ധികൾ ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയെ ആരാധിച്ചത് കൊണ്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ മഹാദേവന്റെ പാതി ശരീരം സിദ്ധിദാത്രി ദേവിയാണെന്നും പറയപ്പെടുന്നു. അങ്ങനെ മഹാദേവന് അർദ്ധനാരീശ്വരൻ എന്ന പേരും ലഭിച്ചു. നമുക്ക് കൂടുതൽ സിദ്ധിദാത്രി ദേവിയെക്കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം. ദുർഗയുടെ 9ാമത്തെ രൂപമാണ് സിദ്ധിദാത്രി. നവരാത്രി അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു. സർവദാ ആനന്ദകരമായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. അതുപോലെ സിദ്ധിദാത്രി ദേവിയുടെ നിറം എന്ന് പറയുന്നത് ധൂസരവർണം എന്നാണ്. എന്ന് വെച്ചാൽ മഞ്ഞ വർണ്ണം, മഞ്ഞ കളറോട് കൂടിയ അവളാണ് ആര്? സിദ്ധിദാത്രി. അതുപോലെ സിദ്ധിദാത്രി ദേവിക്ക് 4 കൈകളാണുള്ളത്. 4 കൈകളിലും ശംഖ്, ചക്ര, ഗദം, താമര. ഈ താമര എന്ന് പറയുന്നത് അഷ്ടസിദ്ധികളും കൂടിയ താമരയാണ്. നല്ല വിടർന്ന് നിൽക്കുന്ന അഷ്ടസിദ്ധികളോടും കൂടിയ താമരയാണ്. അതുപോലെ ദേവി ഇരിക്കുന്നത് പോലും താമരയിലാണ്. അതുപോലെ സിംഹവാഹിനിയുമാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ദേവിയുടെ ആ രൂപം, ആ തെളിഞ്ഞു നിൽക്കുന്ന എല്ലാ സിദ്ധികളോടും കൂടി ആ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നോ? അപ്പോൾ ദേവിയെ ഒന്ന് സ്മരിച്ചോളൂ. ഇനി സിദ്ധിദാത്രി എന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ് മാത്രം നമുക്കൊന്ന് നോക്കി നോക്കാം. സിദ്ധി എന്നാൽ അമാനുഷിക ശക്തികളോ ധ്യാനശേഷിയോ ആണ്. അതുപോലെ ധാത്രി എന്നാൽ നൽകുന്നവൾ എന്നോ ദാനം ചെയ്യുന്നവൾ എന്നോ ആണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നോക്കാം. പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവിയെ